സിജോയുടെ അവസ്ഥ വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ സിജോ പുറത്താവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം സിജോയുടെ ഹെൽത്ത് വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്നു. പഴയതുപോലെ അന്നുണ്ടായ ഇൻസിഡൻ്റ് ഒക്കെ ഓക്കെ ആയിട്ട് ഹീലായിട്ടാണ് സിജോ വന്ന് കയറിയത്. പക്ഷേ വീണ്ടും ഇപ്പോൾ പഴയ പോലത്തെ അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആ സംഭവം. നന്ദനയും ശരണ്യയും ശ്രീരേഖയും ക്യാപ്റ്റൻസിയിൽ വന്നു. 10ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാവും, ആർക്ക് വീടിനെ പിടിച്ച് കുലുക്കാൻ പറ്റും ക്യാപ്റ്റനായി കഴിഞ്ഞാൽ? ഇവർ 3 പേരും നോമിനേഷനിലുള്ള ആൾക്കാരാണ് ഈ ആഴ്ചത്തെ. അപ്പോൾ ക്യാപ്റ്റൻ ആവുന്ന ആൾ പുറത്ത് പോവുമോ? എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആരുടെയൊക്കെ പേരുകൾ എന്തൊക്കെ കാരണങ്ങളാലാണ് പറഞ്ഞത്? ലൈവ് അപ്ഡേറ്റ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ സിജോയുടെ കാര്യം പറയാം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സിജോയുടെ ഇവിടെ ചെറുതായിട്ട് നീര് വരുന്നുണ്ട്. പഴയതുപോലെ സിജോ അധികം സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ടാസ്ക്, ഇപ്പോൾ പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനൊക്കെ ഗസ്റ്റുകൾ വന്ന സമയത്ത് പറയുമ്പോൾ പോലും സിജോ പറയുന്നത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേറെ എന്തെങ്കിലും ജോലി തരണം, ഞാൻ മസാജോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളാം, എനിക്ക് പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ്. മെഡിക്കൽ റൂമിൽ ഇടയ്ക്കിടയ്ക്ക് സിജോ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് സിജോയുടെ അവസ്ഥ വീണ്ടും പഴയതുപോലെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, കൺഫഷൻ റൂമിൽ ഇന്നലെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട് സിജോയ്ക്കുള്ള സ്പെഷ്യൽ ഫുഡ് നമ്മൾ കൊടുത്തയക്കാം, ഇവിടെ ഉള്ളതൊന്നും കഴിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം സിജോയുടെ വായിൽ ഇപ്പോഴും ഒരു പ്ലേറ്റ് കിടക്കുകയാണ്. വന്ന സമയത്ത് സിജോ പറഞ്ഞിരുന്നു ഒരു പ്ലേറ്റ് എൻ്റെ വായിലുണ്ട്, 6 മാസം കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ ആ പ്ലേറ്റ് ഉള്ളത് കൊണ്ടും ഈ പറഞ്ഞ വീട്ടിലെ വരും, നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, ബിഗ് ബോസ് അല്ലേ. അപ്പോൾ നമുക്ക് സംസാരിക്കണം, സംസാരിച്ച് സ്ട്രെയിൻ എടുക്കുമ്പോൾ പെയിൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ബിഗ് ബോസ് തന്നെയാണ് ഇപ്പോൾ സിജോയ്ക്കുള്ള ഫുഡ് സ്റ്റോർ റൂം വഴി എത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ബാക്കിയുള്ളവർക്ക് പറയാമോ, പ്രശ്നമാവോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നില്ല. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് വയ്യാത്തതുകൊണ്ടല്ലേ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ റൂമിൽ പോകുന്നുണ്ട്, ഐസ് പാക്കുകൾ വെച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പുറത്താവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ പുറത്താകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ്. സിജോ തന്നെ പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് തിരിച്ച് കളിക്കാത്തത്, ഞാൻ ഇവിടെ കിടന്ന് അലയ്ക്കാത്തത്, എന്നെക്കൊണ്ട് അലയ്ക്കാൻ പറ്റത്തില്ല, പിന്നെ എനിക്ക് ഇതിനകത്ത് വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്, എനിക്ക് അലയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ മുന്നേറാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നൊരു കണ്ടസ്റ്റൻ്റാണ് സിജോ. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഉള്ള സംഭവമാണ് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ. 2 പേരുടെ പേര് വെച്ച് പറയാൻ പറയുന്നു, 3 പേരെ സെലക്ട് ചെയ്യാൻ പറയുവാണ്. ഋഷി, സിജോയുടെയും സായിയുടെയും പേര് പറയുന്നു. കാരണം സിജോ സൂപ്പർ പ്ലെയർ ആണ്, ആക്റ്റീവ് ആവണം, ക്യാപ്റ്റൻസി ഭരിക്കാൻ പറ്റും. സായിയും ഈ ആഴ്ച സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. നോറ, ശ്രീരേഖയുടെയും ശരണ്യയുടെയും പേരാണ് പറയുന്നത്. ശ്രീരേഖയുടെ പേര് എല്ലാവരും പറയുന്നത് ഈ ആഴ്ചത്തെ 3 ദിവസം ഗസ്റ്റ് ഉണ്ടായിരുന്നത് 3 ക്യാരക്ടറായിട്ട് ശ്രീരേഖ അടിപൊളിയായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ശ്രീരേഖ എല്ലാവരും അടിപൊളി എന്ന് പറയുന്നത്, ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ശരണ്യയും കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്തു, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണ്യയുടെ പേരും എല്ലാവരും പറയുന്നത്. അങ്ങനെ നോറ ശ്രീരേഖയുടെയും ശരണ്യയുടെയും പേര് പറയുന്നു. അൻസിബ, അഭിഷേകിൻ്റെയും സിജോയുടെയും പേരാണ് പറയുന്നത്. സിജോ ക്യാപ്റ്റൻ ആവാൻ കരുത്തുള്ള ആളാണ്. ഇവിടെ നിന്ന് പോയപ്പോൾ ഞാനാണ് ക്യാപ്റ്റൻസി ഭരിച്ചത്, അപ്പോൾ സിജോ ആവണം എന്നാണ് പറയുന്നത്. അഭിഷേകിൻ്റെ പേര് പറയാൻ കാരണം അഭിഷേക് പവർ റൂമിലുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അഭിഷേകിൻ്റെ പേര് ഒരു ക്യാപ്റ്റൻസിയിലേക്ക് പറയാനുള്ള ഒരു യോഗ്യത ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അഭിഷേക് സായിയുടെയും ശ്രീരേഖയുടെയും പേരാണ് പറയുന്നത്. സായ് സൂപ്പർ പ്ലെയർ, ശ്രീരേഖ പെർഫോമൻസ്. റസ്മിനും ശ്രീരേഖ ശരണ്യ സൂപ്പർ പെർഫോമൻസ്. ശരണ്യ, ശ്രീരേഖ, നന്ദനയുടെ പേരാണ്. നന്ദനയുടെ പേര് എല്ലാവരും പറയാൻ കാരണം കുറേ കൂടി ആക്റ്റീവായി സൂപ്പറായിട്ട് വരുന്നുണ്ട്, ഒത്തിരി മാറ്റങ്ങളുണ്ട്, മെച്യൂരിറ്റി വരുന്നുണ്ട്, വീടിനെ ഇളക്കി മറിക്കുന്നുണ്ട് എന്നുള്ള കാരണമാണ് ശരണ്യ, ശ്രീരേഖയുടെയും നന്ദനയുടെയും പേര് പറയുന്നത്. സായി, നന്ദനയുടെയും ശരണ്യയുടെയും പേര്. നന്ദന നമ്മുടെ ടീമിലുണ്ടാകുന്ന ടീം ലീഡറാണ്, സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്സര, ശ്രീരേഖയുടെയും ശരണ്യയുടെയും പേര്. ശ്രീരേഖ എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും ഡെഡിക്കേഷൻ ഉണ്ട്, ബസ് ക്യാപ്റ്റൻ ആവാൻ പറ്റും. ശരണ്യയുടെ പേര് പറയാൻ കാരണം എപ്പോഴും ശരണ്യ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അതെ. അതുകൊണ്ട് നന്ദന, സായിയുടെയും ശരണ്യയുടെയും പേര്. സായി പവർ റൂമിൽ കുറേ കാര്യങ്ങൾ കയറിയിട്ട് പറഞ്ഞു, പക്ഷേ നമ്മൾ ഗ്രൂപ്പായിട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. അപ്പോൾ സായി ഒറ്റയ്ക്ക് ക്യാപ്റ്റനായിട്ടൊന്ന് നടപ്പിലാക്കണം. ശരണ്യയുടെ തീരുമാനങ്ങളൊക്കെ പറയുന്നുണ്ട്, അതും സൂപ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ജിൻഡോ, ശ്രീരേഖയുടെയും ശരണ്യയുടെയും പേര്. ശ്രീരേഖ പവർഫുള്ളായിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, സൂപ്പറാക്കാൻ പറ്റും ക്യാപ്റ്റനായാൽ. ശരണ്യയുടെ പേര് പറയാൻ കാരണം പവർ റൂമിൽ നിന്നപ്പോൾ പവർഫുൾ ആയിരുന്നു, ക്യാപ്റ്റൻസിയും പവർഫുൾ ആയിരിക്കും. അടുത്ത ശ്രീതു, ശ്രീരേഖയുടെയും ശരണ്യയുടെയും പേര്. ശ്രീരേഖ പെർഫോമൻസ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ശരണ്യ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്, സൂപ്പറായിട്ട് ഭരിക്കും. അർജുൻ, ശ്രീരേഖയുടെയും നന്ദനയുടെയും പേര്. ശ്രീരേഖ ഈ ആഴ്ച മൊത്തം അടിപൊളിയായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു, അപ്പോൾ അടുത്ത ആഴ്ച ഇമ്മ്യൂണിറ്റി ഉണ്ട്,
എന്ന് പറയുകയാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കല്ല് ശ്രീരേഖയുടെ കയ്യിലുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരം. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീരേഖയുടെ കയ്യിൽ കല്ല് കിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നന്ദനയുടെ പേര് പറയുന്നു അർജുൻ. ഇൻഡിവിജ്വാലിസം നന്ദന ഈ ആഴ്ച കൊണ്ട് തെളിയിച്ചിരിക്കുകയാണെന്ന് പറയുന്നു പവർ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും. ജാസ്മിൻ നന്ദനയുടെയും ശ്രീരേഖയുടെയും പേര്. നന്ദന ഒരു പവർ പെങ്കൊച്ചായിട്ട് വന്നിട്ട് ഇടയ്ക്കൊന്ന് താന്ന് പോയി നമ്മൾ മെച്യൂരിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പം അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. ശ്രീരേഖ പെർഫോമൻസ് സൂപ്പറായിരുന്നു, പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. അടുത്ത സിജോ നന്ദനയുടെയും ശരണ്യയുടെയും പേര്. നന്ദനയുടെ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഒറ്റയടിക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ പവർ റൂമിൽ കയറിയിട്ട് സ്വന്തമായിട്ട് ഒത്തിരി ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ശരണ്യെ കൊണ്ട് പറ്റും. ശ്രീരേഖ നന്ദനയുടെയും ശരണ്യയുടെയും പേര്. നന്ദന ഇംപ്രസീവായിട്ട് വിസിബിളായിട്ട് ഒരു സഡൻ ചേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ പവർ റൂമിൽ നിന്ന് വന്നതിന് ശേഷം ശരണ്യയുടേതായിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കാൻ ശരണ്യെ കൊണ്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നോമിനേഷൻസും കാരണങ്ങളും. അപ്പോൾ സിജോയ്ക്ക് 2 വോട്ട്, സായിക്ക് 3 വോട്ട്, ശ്രീരേഖയ്ക്ക് 9 വോട്ട്, ശരണ്യയ്ക്കും 9 വോട്ട്, അഭിഷേകിന് ഒരേ ഒരു വോട്ട്, നന്ദനയ്ക്ക് 6 വോട്ട്. അങ്ങനെ 9, 9, 6 വോട്ടുകൾ കിട്ടി. ശരണ്യ, നന്ദന, ശ്രീരേഖ ഇവർ 3 പേരും ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. അതിൻ്റെ ടാസ്ക് ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു പ്രൊമോയിൽ. ഈ ടാസ്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനി അടുത്ത് ജയിൽ നോമിനേഷൻ വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, അത് വരട്ടെ. അപ്പോൾ ഈ പറയുന്ന പോലെ ശരണ്യ ആയാലും നന്ദന ആയാലും ശ്രീരേഖ ആയാലും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അല്ല ക്യാപ്റ്റൻസി നോമിനേഷനിലും എവിക്ഷനിലും ഉള്ളതാണ്. അപ്പോൾ ഈ ക്യാപ്റ്റൻ ആവുന്ന ആൾ എവിക്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്താവും? സെക്കൻഡ് ആയിട്ടുള്ള ആൾക്ക് ക്യാപ്റ്റൻ ആവും. അപ്പോൾ ശ്രീരേഖയാണ് ക്യാപ്റ്റൻ ആവുന്നത്. എനിക്ക് എൻ്റെ ഒരു ഊഹം പറയാനാണെങ്കിൽ നാളെ ഒരു സിംഗിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, മിക്കവാറും ഡബിൾ എവിക്ഷൻ ആയിരിക്കും. അഥവാ ഒരു സിംഗിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ശ്രീരേഖ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഔട്ട് ആവാൻ സാധ്യത. ശ്രീരേഖയായിരിക്കും. ഈ ഒരാഴ്ച സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ വോട്ടുകൾ എങ്ങാനും ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ശ്രീരേഖ തന്നെ ആയിരിക്കും. അപ്പോൾ ശ്രീരേഖ ഇന്ന് ക്യാപ്റ്റൻ ആയാലും ഓട്ടോമാറ്റിക്കലി അത് ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നന്ദന ക്യാപ്റ്റൻ ആവണം എന്നാണ്. കാരണം നന്ദന ഒത്തിരി ഈ ആഴ്ച സംസാരിക്കുന്നുണ്ട്. അപ്പം ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ നന്ദന എങ്ങനെ പെരുമാറും? നന്ദന അറിയാലോ, ഒരു ഉടക്കിന് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുന്നേ അവിടെ തച്ചുടച്ച് കളയും. അപ്പോൾ ആ ലെവലുള്ള ഒരു ക്യാപ്റ്റൻസി വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നിൽക്കുകയോ മാനേജ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, സൂപ്പറായിട്ട് അറിയാൻ പറ്റും. നമുക്ക് ക്യാപ്റ്റൻസി എന്ന് പറയുമ്പം അപ്സരയുടെ ക്യാപ്റ്റൻസിയും ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിയും വളരെ സൂപ്പറായിരുന്നു. അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, സൂപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കമ്പയർഡ് ടു ദ അതർ ക്യാപ്റ്റൻസീസ് ഓഫ് ദ കണ്ടസ്റ്റൻസ് അവർ സൂപ്പറായിട്ട് എനിക്ക് പേഴ്സണലി എങ്ങനെയാണ് തോന്നിയത്. നമുക്ക് നോക്കാം എന്തായാലും ആരാണ് ക്യാപ്റ്റൻ ആവുന്നതെന്ന്. ടാസ്ക് വരട്ടെ, ജയിൽ വരട്ടെ, ജയിലിൻ്റെ കാര്യങ്ങൾ അറിയിക്കാം, ലൈവ് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.